ഹലോ, ഞാനിന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു മിഡിയാണ്. അതായത് നീ ലെങ്ത് മിഡിയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നീ ലെങ്ത് മിഡിയാണ്. അപ്പൊ അത് സ്ട്രെയിറ്റ് ആണ്. സ്ട്രെയിറ്റ് മീൻസ് സ്ട്രെയിറ്റ് എന്ന് പറയുന്ന റെക്റ്റാങ്കുലർ ആകാം, എ ഷേപ്പ് വേണമെങ്കിൽ അങ്ങനെ ആകാം. അതാണ്. അപ്പൊ എ ഷേപ്പും അല്ല, എന്നാൽ സ്ട്രെയിറ്റ് ആയിട്ട്, അതായത് വളരെ ബോട്ടം റൗണ്ട് അധികം ഇല്ലാത്ത മോഡൽ കേട്ടോ. അതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് കറക്റ്റ് നമുക്ക് വേണ്ടത് 25ആണ്. അപ്പോൾ 25 തന്നെ ഞാൻ എടുക്കുകയാണ്. കാരണം 2 ഇഞ്ച് പട്ടയ്ക്ക് കുറയ്ക്കാൻ, ആ കുറയ്ക്കുന്ന 2 ഇഞ്ച് നമുക്കിവിടെ മടക്കി എടുക്കാൻ വേണം. അതുകൊണ്ട് ഞാൻ എടുത്തേക്കുന്നത് 25 തന്നെ. അപ്പൊ 25 നമ്മൾ ലെങ്ത് എടുക്കുന്നെങ്കിൽ അതിൽ നിന്ന് 2 ഇഞ്ച് മൈനസ് ചെയ്ത് 23 മതി. ബാക്കി നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട്, ഈ മിടിക്ക് നമുക്ക് ട്രേഡിങ്ങിന് ഇത്തിരി കൂടുതൽ കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ 2 ഇഞ്ച് എടുത്തത് കേട്ടോ. അപ്പോൾ 23 + 2. ഓക്കെ. ഇനി അടുത്തത് വേസ്റ്റ് ആണ്. വേസ്റ്റ് എന്ന് പറയുന്നത് വരുന്നത് 28ആണ്. അപ്പോൾ നമുക്ക് 4ആയിട്ട് ഞാൻ മടക്കിയിട്ടേക്കാണ്. വേസ്റ്റ് 28 ആവുമ്പോൾ 7 4 28ആണ് വരുന്നത് കേട്ടോ. 7. നമുക്ക് ഇപ്പൊ ഫ്രണ്ട് നമ്മൾ ഓപ്പൺ ഇട്ടാണ് എടുക്കുന്നതെങ്കിൽ ഒരു പീസ് ഓപ്പൺ മടക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. കാരണം താഴെ വരെ നമുക്ക് ഓപ്പൺ കൊടുക്കാൻ, ഇവിടുന്ന് ഇങ്ങോട്ട് ഓപ്പൺ ഇട്ട് കൊടുക്കാൻ. പിന്നെ ബാക്ക് പീസ് വേറെ സെപ്പറേറ്റും എടുക്കാം, അങ്ങനെയും കാണിക്കാം. അതല്ല നമുക്ക് ഫ്രണ്ട് നമുക്ക് വേറെ പീസ് വെച്ച് അടിച്ച് മറിച്ച് കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ. ഇത് 2 രീതിയിലും എടുക്കാം. അപ്പോൾ ഞാൻ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് കാട്ടിത്തരാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതിനാണ്. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്തതിന് ശേഷം പീസ് വെച്ച് കൊടുത്താലും മതി കേട്ടോ. അപ്പൊ ഞാനിപ്പോ എടുക്കുന്നത് ആദ്യം ഫ്രണ്ട് പീസ് എടുക്കുക. കണ്ടോ, ഫ്രണ്ട് പീസ് ഇപ്പൊ നമ്മൾ ഇങ്ങനെ എടുക്കുമ്പോഴേക്കും നമുക്ക് ചിലപ്പോൾ വിട്ട് കുറവാണെങ്കിലോ, അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ ഇവിടെ നമ്മളിങ്ങനെ മടക്കി എടുത്തു കഴിഞ്ഞാൽ ബോട്ടം ഇവിടെ ഒട്ടും പീസ് ഇല്ലാതെ വരും. അപ്പൊ നമുക്ക് വേറെ പീസ് വെച്ചിട്ട് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ 2 പീസും കൂടെ ഒന്നിച്ചിട്ടിട്ട് എടുത്താൽ മതി കേട്ടോ. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത്. അപ്പൊ ഫോൾഡ് ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തുക. ഇങ്ങനെയാണ്. ഓക്കെ. ലെങ്ത് അടയാളപ്പെടുത്തുക. അതിനുശേഷം നമ്മൾ 25 എടുത്തു, 23 + 2 എടുത്തു. ഓക്കെ, 25 എടുത്തു. ഇനി മുകളിൽ വരുന്നത് 7 4 28, ഇവിടെ വരുന്നത് 7ആണ്. പിന്നെ നമുക്ക് 7 എടുക്കുക. ആദ്യം എടുത്തതിന് ശേഷം തയ്യൽ തുമ്പ് വേണം. ഞാനൊരു 1.5 ഇഞ്ച് കൂടെ കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. 1/2 ഇഞ്ച് മതി, പക്ഷെ 1/4 ഇഞ്ച് നമ്മൾ വേണമെങ്കിൽ ഇച്ചിരി ലൂസ് കൂട്ടാൻ വേണ്ടി ഇടണം. അതിനാണ്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ വേസ്റ്റ് മുതൽ സീറ്റ് വരെയുള്ള ലെങ്ത് ആണ്. അത് പലർക്കും പല അളവാണ്. അതായത് ഹൈറ്റ് ഉള്ളവർക്ക്, അതുപോലെ തന്നെ പിന്നെ ഈ സീറ്റ് ഉള്ളവർക്ക് അങ്ങനെ. ഇത് ഞാൻ എടുക്കുന്നത് 7 ഇഞ്ചാണ് കേട്ടോ. 7 ഇഞ്ചില് സീറ്റിന്റെ 4/1 കാണുക, പ്ലസ് ലൂസ് പ്ലസ് തയ്യൽ തുമ്പ് കൂട്ടുക. ഓക്കെ. ലൂസ് ഇപ്പൊ ടൈറ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ ലൂസ് കൂട്ടണമെന്നില്ല. ഇല്ലെങ്കിൽ മൊത്തമായിട്ട് ഒരു 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ ലൂസ് കൂട്ടി കൊടുക്കണം കേട്ടോ. ഇവിടെ വരുന്നത് 7 ഇപ്പൊ പിന്നെ 39ആണ് സീറ്റ് വരുന്നത് കേട്ടോ. സീറ്റ് വരുന്നത് 39ആണ്. അപ്പോ 39 എന്ന് പറയുമ്പോൾ 9.25 വരുന്നത്. പ്ലസ് തയ്യൽ തുമ്പ് കൂടെ കൂട്ടുക, 1 ഇഞ്ച് കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് കണ്ടോ, ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് നമ്മുടെ കണ്ടോ വന്നിട്ട്. നമുക്ക് ബാലൻസ്
ഫാക്ടർ ക്ലിയർ ചെയ്യണം. നമ്മൾ ഇതിന്റെ പാറ്റേൺ എടുത്തിട്ടാണ് ഫാഷൻ ഡിസൈനിങ് ചെയ്യുന്നത് പോലെ നമ്മൾ പാറ്റേൺ എടുത്തിട്ട് ബാലൻസ് ക്ലിയർ ചെയ്താൽ ചെയ്യുന്നതെങ്കിൽ നമുക്കിവിടെ സ്ലാഷ് വരും. അപ്പോൾ നമ്മൾ ഡാർട്ടൊക്കെ ക്ലിയർ ചെയ്ത് നമ്മൾ എടുത്ത് പാറ്റേൺ എടുത്തിട്ട് വെച്ച് വെട്ടാം. ഇതിപ്പോൾ ഞാൻ അതൊന്നുമല്ല ചെയ്യുന്നത്. അപ്പോൾ ഈ ബാലൻസ് ഫാക്ടറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് ഞാനൊരു 1.5 ഇഞ്ച് താഴേക്ക് എടുത്തിട്ട് ഞാൻ ഷേപ്പ് ചെയ്യുകയാണ്. കണ്ടോ? ഷേപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇത് ഇത്രയും ഞാൻ ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. ഇത് അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യണമെങ്കിൽ അത് ബാലൻസ് ഫാക്ടർ ഇവിടെ എടുത്തപ്പോൾ ഇവിടെ നമുക്ക് ഇറങ്ങി വരും. ആ ഇറക്കം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇത് ചെയ്യാം. നമ്മൾ പാറ്റേൺ എടുത്ത് സ്ലാഷ് ചെയ്താൽ ചെയ്യണമെങ്കിൽ അതിന്റെ ആവശ്യം നമുക്ക് വരില്ല കേട്ടോ. ഇവിടെ വേണമെങ്കിൽ ഒരു 1/2 ഇഞ്ച് കൊടുത്താൽ മതി. ഓക്കെ, കണ്ടല്ലോ? ഇതാണ് നമ്മുടെ മെത്തേഡ്. എന്നിട്ട് ഇനി ഇതിൽ നിന്ന് പട്ട കൊടുത്തേക്കുന്ന 2 ഇഞ്ചാണ്. നമുക്ക് ആ പട്ട കൊടുത്തിട്ട് ഫ്രണ്ട് ഓപ്പൺ വേണമെങ്കിൽ നമുക്ക് ഇത് ഫ്രണ്ട് മാത്രം എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് വേറെ പീസ് ആഡ് ചെയ്ത് കൊടുക്കുക, ബട്ടൺസ് കൊടുക്കുക, പിടിപ്പിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിത് തയ്ച്ചതിന് ശേഷം കാണാം. മിഡി തയ്ച്ചു കഴിഞ്ഞു. കണ്ടോ? ഇത്ര ലെങ്തേ വരുന്നുള്ളൂ. ഞാനൊരു 22 ഇഞ്ച് ലെങ്താണ് എടുത്തേക്കുന്നത്. ഇത് സൈഡ് പോക്കറ്റ്, ഈ പോക്കറ്റ് ഉണ്ട്, ഇവിടെയും പോക്കറ്റ് ഉണ്ട് കേട്ടോ. ബട്ടൺസ് ആണ് വെച്ച് കൊടുത്തേക്കുന്നത്. ടക്കിട്ടിട്ടുണ്ട്. ഫ്രണ്ടില് ഇങ്ങനെ സ്ലിറ്റ് ആണ് വന്നേക്കുന്നത്. ബട്ടൺസ് വെച്ച് കൊടുത്തേക്കാണ്. ഇത് നമുക്ക് ബ്ലാക്ക് ടോപ്പൊക്കെ ആയിട്ടിടാം. ഞാനിപ്പോൾ ആ ജീൻസിൻ്റെ ടോപ്പാണ് ഇട്ടേക്കുന്നത്. ഇത് കണ്ടോ?